ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചയിലെ സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 46 വരെ തിരുവചനങ്ങളാണ്. സാധാരണയായിട്ട് ഫരിസേയരാണ് ഈശോയോട് ചോദ്യങ്ങൾ ചോദിക്കാറ്. ഇപ്പോൾ ഈശോ അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ക്രിസ്തുവിനെ പറ്റി എന്താണ് അവർ വിചാരിക്കുന്നത്? ക്രിസ്തു ആരുടെ പുത്രനാണ്? അവർ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു, ദാവീദിൻ്റെ വംശാവലിയിൽ മിശിഹ ജനിക്കും എന്നാണ് പഴയ നിയമം വളരെ വ്യക്തമായിട്ട് പറയുക. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 16 വരെ തിരുവചനങ്ങൾ. കർത്താവ് തുടർന്നവരോട് ചോദിക്കുകയാണ്, ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. 110-ാം സങ്കീർത്തനമാണ് ഈശോ അവിടെ ഉദ്ധരിക്കുക. എന്നിട്ട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈശോ ഒരു ചോദ്യം ചോദിക്കുകയാണ് യഹൂദന്മാരോട്. ദാവീദ് തൻ്റെ വംശത്തിൽ ജനിക്കാനിരിക്കുന്ന മിശിഹായെ കർത്താവെന്ന് വിളിക്കുന്നുവെങ്കിൽ ഈ മിശിഹ എങ്ങനെയാണ് ദാവീദിൻ്റെ പുത്രനാകുന്നത്? അവർക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. തീർത്തും സ്വാഭാവികമായ രീതിയിൽ മാത്രമാണ് അവർ ചിന്തിക്കുക. ദാവീദിൻ്റെ പുത്രൻ എന്നുള്ളത് തീർത്തും ആ വംശാവലിയിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് അവർ ചിന്തിക്കുകയാണ്. ആ ചിന്തയുടെ വലിയ പരാജയം നമ്മൾ പിന്നീട് കാണും. കാരണം വംശാവലിയിൽ മാത്രം ഒതുക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ദാവീദിൻ്റെ വംശമൊക്കെ എന്നേ അവസാനിച്ചു. സോളമൻ്റെ ശേഷം റഹബവാം, ജെറോബവാം എന്നിങ്ങനെ യഹൂദന്മാരുടെ രാജ്യം വിഭജിക്കപ്പെടുന്നത് നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ ആ രാജകീയ വംശാവലിയൊക്കെ അവസാനിച്ചു. പിന്നെ എങ്ങനെയാണ് വരാനിരിക്കുന്ന രക്ഷകൻ മിശിഹ ഇതാ ദാവീദിൻ്റെ വംശത്തിൽ പിറക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ വലിയൊരു സത്യമാണ് ഇവിടെ പഠിപ്പിക്കുക. ജഡപ്രകാരം ദാവീദിൽ നിന്ന് ജനിക്കുന്ന ഒരാൾ മാത്രമല്ല താൻ. തീർച്ചയായിട്ടും ഈശോ ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ടവനാണ്. പക്ഷേ അവിടുന്ന് ദൈവപുത്രനാണ്, രക്ഷകനാണ്. അതിൻ്റെ വ്യക്തമായ വീക്ഷണമാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുക. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാൻ ഉള്ള വലിയ വിളിയാണ് ഈശോ നമുക്ക് നൽകുന്നത്. യഹൂദന്മാർക്ക് ഇതാ ഒരു അവസാനത്തെ ചാൻസാണ്. യേശുവും യഹൂദന്മാരുമായിട്ടുള്ള അവസാനത്തെ സംഭാഷണമാണിത്. യേശുവിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും അവർക്ക് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെയുള്ളത്. ഇന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. യേശു ഐഹികമായ രാജ്യത്തിൻ്റെ ഉടമയല്ല. അവിടുന്ന് ഈ ലോകത്തിൻ്റെയും വരാനിരിക്കുന്നതിൻ്റെയും സ്വർഗത്തിൻ്റെയും ഒക്കെ രാജാവാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളുടെ രാജാവാണ്. പലപ്പോഴും നമ്മളുടെ കാഴ്ചപ്പാട് യേശുവിനെ ഒരു ഭൗതിക രാജാവായി മാത്രം ഒതുക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ യേശു എൻ്റെ ജീവിതത്തിൽ ആരാണ്? ക്രിസ്തു എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ്? അവിടുത്തെ വ്യക്തിത്വം എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉളവാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ
മനസ്സിൽ കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കുക. ആ യഹൂദന്മാർക്ക് ഉത്തരമൊന്നും പറയാൻ സാധിച്ചില്ല. ചിലരൊക്കെ അവരുടെ ഹൃദയം കഠിനമാക്കുകയാണ്. തങ്ങൾ വാക്കിൽ മുട്ടിച്ചു എന്നൊക്കെ ആയിരിക്കും ചിലർ ചിന്തിച്ചിട്ടുണ്ടാകുക. പക്ഷെ അങ്ങനെയല്ല. ഉള്ളിലേക്ക് നോക്കാൻ, ജീവിതത്തൊന്ന് വിലയിരുത്താൻ ഉള്ള ഒരു സാഹചര്യമായിരുന്നു ഇത് എന്ന് അവർക്ക് പലർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല. ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുമായിട്ടൊക്കെ കടന്നു വരാറുണ്ട്. അത് നമ്മൾ ചെറുതാക്കാനോ നമ്മളെ നിരാശരാക്കാനോ അല്ല. നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് യേശുവിനെ തിരിച്ചറിയാനും യേശുവിൻ്റെ രാജ്യത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് കടന്നു വരാനും ഒക്കെയുള്ള വിളിയായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ കർത്താവ് ഇതാ നമ്മോടുകൂടെയുണ്ട്. ഇമ്മാനുവേലായ ദൈവം, എപ്പോഴും നമ്മോടൊപ്പം വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവാകുന്ന രക്ഷകനെ, ദാവീദിൻ്റെ പുത്രനെ, രാജാവിനെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ സ്വീകരിക്കാം. ആമേൻ.